ഖുർആൻ യാത്രയുടെ രണ്ടാമത്തെ ദിവസം സൂറത്തുൽ ബഖറയുടെ 142 സൂക്തം മുതൽ 252 സൂക്തം വരെയുള്ള രണ്ടാമത്തെ ജുസ്ഇന്റെ കേന്ദ്ര പ്രമേയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശ്വാസികൾക്ക് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള അനുഷ്ഠാന നിയമങ്ങൾ, അതോടൊപ്പം വിശ്വാസി സമൂഹത്തിൻ്റെ പൊതുചരിത്രം, ഇത് വിശദീകരിക്കുകയാണ് സൂറത്തുൽ ബഖറയുടെ ഈ മധ്യഭാഗം ചെയ്യുന്നത്. വിശ്വാസികളുടെ കിബിലമാറ്റത്തിലൂടെ അവരുടെ അനുസരണത്തെയാണ് അള്ളാഹു പരീക്ഷിച്ചതെന്നാണ് 142 സൂക്തം പറയുന്നത്. ലോകത്തിന് മൊത്തം നീതിയുടെ സാക്ഷികളാകേണ്ട മധ്യവർത്തി സമൂഹമാണല്ലോ അവർ. അള്ളാഹുവിനെ നിങ്ങൾ ഓർത്താൽ അവൻ നിങ്ങളെയും ഓർക്കുമെന്നുള്ള മനോഹരമായ വാഗ്ദാനമാണ് 152 സൂക്തത്തിലുള്ളത്. എന്തു വന്നാലും ജീവിതത്തിൽ ഒരിക്കൽ ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ടും വിശ്വാസികൾ പരീക്ഷിക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം 155 സൂക്തത്തിലുണ്ട്. ജാഹിലിയ കാലത്ത് തങ്ങൾ അനുഷ്ഠിച്ചിരുന്ന ഹജ്ജിന്റെ തുടർച്ചയിൽ സഫ മർവ മലകളിലൂടെ ഇപ്പോഴും നടക്കേണ്ടി വരികയാണെങ്കിൽ അതിൽ പ്രശ്നമില്ലെന്നും അത് ദൈവ ചിഹ്നങ്ങളുടെ ആദരവാണെന്നും പറയുകയാണ് 158 സൂക്തത്തിൽ. കൊലപാതക കേസുകളിൽ പോലും നീതിയും തുല്യതയും ഉറപ്പാക്കാനുള്ള നിയമങ്ങളാണ് ഇസ്ലാം വെച്ചിട്ടുള്ളത് എന്ന് അൽ ഖിസാസിനെ മുൻനിർത്തി 178 സൂക്തം നമ്മളോട് സംസാരിക്കുന്നു. റമളാൻ കേന്ദ്ര പ്രമേയമായി വരുന്ന 183 സൂക്തം മുതലുള്ള വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ വിശ്വാസികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് അവരുടെ തഖ്വ കൂടുതലായി നേടിയെടുക്കുന്നതിനുള്ള ഉപാധിയാണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ നിങ്ങൾ വേറെ എങ്ങോട്ടും പോകേണ്ടതില്ലെന്നും അവൻ നിങ്ങളുടെ സമീപസ്ഥനാണെന്നും വിശദീകരിക്കുകയാണ് ഈ പേജിന് അവസാനം. പ്രതിരോധത്തിന് അനുവാദമുണ്ടെങ്കിലും അതിക്രമം കാണിച്ചുകൂടാ എന്നാണ് യുദ്ധമര്യാദകളെ മുൻനിർത്തി 190 സൂക്തം സംസാരിക്കുന്നത്. വിവാഹവും വിവാഹമോചനവും മുൻനിർത്തി അവയിലെ മാന്യമായ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് കുടുംബം പരിരക്ഷിക്കപ്പെടുന്നതെന്ന വിശദീകരണമാണ് 221 സൂക്തത്തിലുള്ളത്. സാമ്പത്തിക ചൂഷണത്തിനെതിരായുള്ള കർശനമായ ഇസ്ലാമിന്റെ നിലപാടാണ് പലിശ നിരോധനമെന്ന് പറയുകയാണ് 245 സൂക്തത്തിൽ. നേതൃത്വത്തിന് വേണ്ടത് നിങ്ങളുടെ തറവാടിത്തവും പാരമ്പര്യവുമല്ല, മറിച്ച് അറിവും ശാരീരിക ശേഷിയുമാണെന്നാണ് താലൂത്തിനെ മുൻനിർത്തി നേതൃത്വത്തെ അള്ളാഹു പ്രതിപാദിക്കുന്നത്. ദാവൂദ് നബിയുടെയും ജാലൂത്തിന്റെയും ചരിത്രം പരാമർശിച്ച ശേഷം വിശ്വാസമുറച്ച ചെറിയ സംഘത്തിന് വലിയ സൈന്യത്തെ തോൽപ്പിക്കാനാകുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചിലവഴിക്കുന്നതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും അവ അള്ളാഹുവിനായി നിങ്ങൾ കൊടുക്കുന്ന മഹത്തായ കടമാണെന്നും അവ ഇരട്ടിക്കിരട്ടിയായി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമെന്നുള്ള ഉറപ്പുമാണ് 245 സൂക്തത്തിലുള്ളത്.